സോ ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ടേമാണ് ഓവർ തിങ്കിങ്. സോ വാട്ട് ഈസ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് ബേസിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തോട്ട് തന്നെ, റൂമിനേഷൻ ഓഫ് തോട്ട്സ്. സോ ഒരു തോട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ്, ആ തോട്ടിനെ വിടാൻ പറ്റുന്നില്ല. ഇൻക്ലൂസീവായിട്ട് നമ്മളത് വേണ്ടെന്ന് പറയുമ്പോഴും ആ തോട്ട്സ് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത്, അത് എന്തും ആവാം, ചിലപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഐ എം നോട്ട് പെർഫെക്റ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ആ തോട്ട് തന്നെയാണ് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഓവറായിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം സെൽഫ് പെർഫെക്ഷനിസ്റ്റ്, സോ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, അത് അങ്ങനെ അല്ലെങ്കിൽ ദെൻ ഐ എം നോട്ട് ഗുഡ്, ഐ എം ബാഡ്. ആ ഒരു തോട്ട് മേ ബി സെൽഫ് ക്രിട്ടിസൈസിങ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫായിട്ട് നമ്മൾ തന്നെ ഐ ഡിഡ് റോങ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. സോ ആ ഒരു സിംഗിൾ തോട്ട് ഇത് വഴിയായിട്ട് നമുക്ക് എടുക്കാം, റിപ്പീറ്റഡ് ആയിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ ആനലൈസ് ചെയ്യുക, അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെൽഫ് ക്രിട്ടിസൈസിങ് യുവർ സെൽഫ്. പക്ഷെ അതൊക്കെ റൂമിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ തോട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അത് ഓവർ തിങ്കിങ് എന്നുള്ള രീതിയിൽ വരുന്നത്. വൈ ഓവർ തിങ്കിങ് ഡെവലപ്സ്? അത് കുറേ റീസൺസ് ആവാം. ചിലപ്പം മേ ബി ബിക്കോസ് ഓഫ് ഒരു മുമ്പത്തെ ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ്ലി യു ഹാഡ് ആൻ ഇൻസിഡൻറ്റ്, അത് തിങ്ക് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം അതിൻ്റെ ഒരു കോൺസിക്വൻസസ് കാരണം ആവാം, ആങ്സൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പം ഇന്നേറ്റ് ആയിട്ട് അങ്ങനെ വരാം. സോ കോസസ് ഓഫ് ഓവർ തിങ്കിങ് അതാവാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ് നോക്കുമ്പോഴത്തേക്കും ബേസിക്കലി ഫസ്റ്റ് നമ്മൾ നോക്കുന്ന, സിമ്പിൾ ആസ് ഐ ടോൾ, റൂമിനേറ്റീവ് തോട്ട്സ്. വരുന്ന തോട്ട്സ് അത് റാൻഡം തോട്ട്സ് ആവാം. ഓക്കെ, നാളെ എന്ത് ചെയ്യാം, ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഹൗ ആം ഐ ഗോയിങ് ടു പെർഫോം, അത് തന്നെ ഇരുന്ന് അതിൽ കുറേ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. വിൽ ദാറ്റ് ഹാപ്പൻ, വാട്ട് വിൽ ഹാപ്പൻ, ഫ്യൂച്ചറായിട്ട് കുറേ പ്രിഡിക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് അനലിറ്റിക് ഓവർ തിങ്കിങ്. അല്ലെങ്കിൽ റൂമിനേറ്റീവ് ഓവർ തിങ്കിങ് ഓർ വറീസം തോട്ട്സ് ആയിരിക്കാം. സോ ചുമ്മാ വറി ചെയ്യുക, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് വിൽ സച്ച് ബാഡ് തിങ് ഹാപ്പൻ, ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് നടക്കുമെന്ന് ചിന്തിച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വറി ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഓവർ തിങ്കിങ്. അല്ലെങ്കിൽ പെർഫെക്ഷനിസം കാരണം. സോ പെർഫെക്ഷനിസം, ആസ് ഐ ടോൾഡ്, ഐ ഷുഡ് ബി ദ ബെസ്റ്റ്. സോ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചില്ലെങ്കിൽ ദെൻ നോട്ട് അറ്റ് ഓൾ പോസിബിൾ, ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ആ ഒരു തിങ്കിങ്ങിൽ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ് കാരണം സബ്സിക്വൻ്റ്ലി ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫോബിയാസ്, ഫിയർ, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. സോ എപ്പോഴും ഇഫ് യു തിങ്ക് യു ആർ ഓവർ തിങ്കിങ് എ സിറ്റുവേഷൻ, അവിടെ യു ഹാവ് ടു ട്രൈ ടു കൺട്രോൾ യുവർ തോട്ട്സ്. ആ ഒരു ഇൻട്രൂസീവായിട്ട് വരുന്ന തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സർട്ടൻ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, റിലാക്സേഷൻ. ഭയങ്കരമായിട്ട് തോട്ട്സ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഡീപ്പ് ബ്രീതിങ്, സിറ്റ് ഇൻ എ കാം പ്ലേസ്. ഭയങ്കരമായിട്ട് ഓഫ് കോഴ്സ് ഈസി അല്ല, ബട്ട് യു ഹാവ് ടു ട്രൈ. കാം പ്ലേസിലിരിക്കുക, ട്രൈ ടു ഫോക്കസ് ഒൺലി ഓൺ യുവർ ബ്രീതിങ്. ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് റിലാക്സേഷൻ, ഡീപ്പ് ബ്രീതിങ് ആണ് മെയിൻ ആയിട്ട്, വിച്ച് വിൽ ഹെൽപ്പ് എവ്രി വൺ. ഓർ മെഡിറ്റേഷൻസ്, ഓൺ എ ഡെയിലി ബേസിസ് മെഡിറ്റേഷൻസ് ചെയ്യാം. ഫിസിക്കൽ എക്സസൈസ് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ഫുഡ്, നമ്മുടെ സ്ലീപ്പ്, കറക്റ്റ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് വേണം, ഡയറ്റ് പക്കായിട്ട് ഇരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, എക്സസൈസ്, ദാറ്റ് ഓൾസോ വിൽ ഹെൽപ്പ്. ഓർ സിമ്പിൾ ഗ്രൗണ്ടിങ് ടെക്നീക്സ്. സോ ഗ്രൗണ്ടിങ് ടെക്നീക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൻസ് ഓർഗൻസ് ഇല്ലേ, കണ്ണ്, മൂക്ക്. സോ ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ സെൻസ്. ലൈക്ക് ഓക്കെ, എന്തെങ്കിലും ഭയങ്കര ഓവർ തിങ്കിങ് ഒക്കെ വരുമ്പോഴത്തേക്കും ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് യു ക്യാൻ ഫോക്കസ് ഓൺ വാട്ട് ആർ ദ നോയ്സസ് അറൗണ്ട് യു. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്മെൽ യു ക്യാൻ ഫീൽ, സെൻസ് ഇൻ യുവർ റൂം. അല്ലെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും. സോ ട്രൈ ടു സർട്ടൻ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സോ ആ ഒരു വറീസം തോട്ടിനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ത്രൂ ദ സെൻസ് ഓർഗൻ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മേ ബി another simple thing that you can do is have worry time. ഓക്കെ, സോ എന്ത് വറി ഉണ്ടെങ്കിലും കീപ് എ ടൈം ഓവർ ദർ. സോ ഒരു വറി ബ്രേക്ക് എന്നുള്ള രീതിയിൽ. സോ റാദർ ദൻ ഫുൾ ടൈം 24 hours sitting and thinking of your worry, ആ ഒരു ടൈം പീരിയഡ് വെക്കുക, where you can think of your worries at that time. പിന്നെ worry ടൈം മാറ്റി വെക്കുന്ന പോലെ another strategy that you can take is only 10 minutes. So even if you are thinking, it should be only for 10 minutes. 10 minutes കഴിയുമ്പോൾ you are going to stop it. So all that effort ആണ്. It is not easy. നമ്മൾ പറയുമ്പോഴത്തേക്കും you can't do it, but you will have to try. ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും you will find automatically, you will know that overthinking വരുമ്പോൾ ബോഡീൻ്റെ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആവണം. അതുവരെ നമ്മൾ ആ എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്യേണ്ടി വരും. സോ വറി ടൈം മാറ്റി വെക്കുക, അല്ലെങ്കിൽ 10 minutes സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി എടുക്കുക.
അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ജേർണലിംഗ്. ഈ ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന കുറേ അൺഓർഗനൈസ്ഡ് തോട്ട്സും ഈ ഇൻട്രൂസീവ് തോട്ട്സ് ഒക്കെ വരുന്നത് ഇഫ് യു ട്രൈ ടു ജേർണൽ അതൊന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് യു വിൽ ബി ഏബിൾ ടു സ്റ്റോപ്പ് യുവർ തോട്ട്സ്. സോ ജേർണലിംഗ് വേറെ ഒരു മാർഗ്ഗമായിരിക്കാം ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ അനദർ തിങ് ദാറ്റ് യു ക്യാൻ ഡു, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. ഞാൻ പറഞ്ഞ പോലെ വൺ ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് മേ ബി ബിക്കോസ് ഓഫ് ദ പെർഫെക്ഷനിസ്റ്റ് നേച്ചർ. സോ ഞാൻ പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. സോ സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. അല്ലാതെ ഇംപെർഫെക്ഷനിസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ടു അക്സെപ്റ്റ് ഇറ്റ്. ഇഫ് സംതിങ് ഈസ് നോട്ട് ഗോയിങ് റൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. സോ ദാറ്റ് ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ഓവർ തിങ്കിങ്ങിന് നമുക്ക് അങ്ങനെ കർബ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ഫ്യൂ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്. അതിൽ സം ദാറ്റ് യു ക്യാൻ ഡു ഡെയിലി. ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, എക്സസൈസസ് അതൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റും. സം ഈ ഗ്രൗണ്ടിങ് ടെക്നീക്സ് പറഞ്ഞ പോലെ ഫോക്കസ് ഓൺ യുവർ സെൻസ് ഓർഗൻസ്, ഡീപ് ബ്രീതിങ്, അതൊക്കെ വെനെവർ യു ഫീൽ ഓവർ തിങ്കിങ് ഉള്ള സമയത്ത് സർട്ടൻസ് ദാറ്റ് യു ക്യാൻ യൂസ്. ഇനി വെൻ ഷുഡ് യു ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്? ഈ ഓവർ തിങ്കിങ് കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇഷ്യൂ വരുവാണ്. ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് കാരണം എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് എ സ്റ്റാൻഡ് സ്റ്റിൽ, അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഇമോഷൻസ് ഓവർ തിങ്കിങ് കാരണം ഭയങ്കര ആങ്ഷ്യസ് ആവുക, പുറത്ത് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല, ആദ്യം പോലെ എപ്പോഴും ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ ഹാമ്പർ ആവുകയാണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രീമിലോട്ട് പോവുകയാണെങ്കിൽ ദെൻ ഐ വുഡ് സജസ്റ്റ് യു ടു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം അവിടെ നമ്മുടെ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് ചിലപ്പോൾ വർക്ക് ആവണം എന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ യു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് ആൻഡ് വി ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ അതൊരു ഷോർട്ട് ടേം പീരീഡിലുള്ള ഹെൽപ്പ് കിട്ടിയാൽ യു വിൽ ബി സപ്പോർട്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു.